ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാവരുടെയും 2025 അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുന്നു. എൻ്റെ 2025 കുറച്ച് പ്രശ്നത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എൻ്റെ കാല് കുറച്ച് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അത്ര ഹാപ്പിനെസ്സിലല്ല. കഴിഞ്ഞ വർഷം 2024 ജാനുവരി 1 എന്നൊക്കെ പറയുന്നത് എൻ്റെ ലൈഫിലേക്കും ഞാൻ ഫസ്റ്റ് ടൈം ഒരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു വർഷമായിരുന്നു. ആൻഡ് ഐ ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ് ലാസ്റ്റ് ഇയർ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ലതല്ലേ. എന്നാലല്ലേ നമുക്ക് പിന്നെ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ ഞാനിപ്പോൾ 2025 സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ ഇപ്പം കുറച്ച് വയ്യാഴികയായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനൊരു പ്ലാൻ ചെയ്ത് എന്തെങ്കിലും വീഡിയോ കണ്ടൻറ്റ് എടുക്കണമെന്നൊന്നും വിചാരിച്ചെടുക്കുകയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമാണ്. നമ്മുടെ ചാനലിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ വീഡിയോയും പറയുമ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ടെന്ന് തോന്നുന്നല്ലേ, ഈ ഒരു ടൈപ്പ് വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് വളരെ വലിയൊരിതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ബുക്സിനെ പറ്റിയിട്ടാണ്. ഞാൻ ഒരു സമയത്ത് നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഈ ഫോൺ നമ്മുടെ ലൈഫിലോട്ട് വരുന്നതിനും തൊട്ട് മുന്നത്തെ ഒരു സമയം ഉണ്ടല്ലോ, ഫോണിൽ ഈ വാട്സാപ്പ് അല്ലെങ്കിൽ അതേപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇത്ര ആക്റ്റീവ് ആവുന്നതിന് മുന്നേ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. ആ സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴും വായന ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിനനുസരിച്ച് വരാറില്ലെന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഞാൻ ഒരു പുസ്തകം, ഒന്നല്ല, ഒരു 2-3 പുസ്തകങ്ങൾ വാങ്ങിച്ചിരുന്നു. അതിൽ ഒരു പുസ്തകം ഞാൻ ഈ ലേറ്റസ്റ്റ് ഇൻ ദ സെൻസ് ഓണം ആ സമയത്താണ് കേട്ടോ. ഓണം കഴിഞ്ഞ് ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാനൊരു എക്സിബിഷന് പോയപ്പം ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു ബുക്ക് വാങ്ങിച്ചിരുന്നു. അതാണ് ഏറ്റവും റീസെൻ്റായിട്ട് ഞാൻ വായിച്ചത്. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ബുക്കായിരിക്കും അത്. എനിവേയ്സ്, അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇന്ന് എൻ്റെ ബുക്സിനകത്ത് എൻ്റെ ഫേവറേറ്റ് കുറച്ച് ബുക്സ് നിങ്ങളുമായിട്ട് കാണിക്കാം, നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോറി, ഐ തിങ്ക് എവറിത്തിങ് ഈസ് ഫൈൻ. ഓക്കെ, കേൾക്കാമോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമേ കാണിക്കാൻ പോകുന്നത് ഞാൻ ഏറ്റവും റീസെൻ്റായിട്ട് വായിച്ച് കംപ്ലീറ്റ് ചെയ്ത ബുക്കാണ്. ആക്ച്വലി സ്പീക്കിംഗ്, ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തൊന്നും ഇറങ്ങിയ ബുക്കല്ല, ഒരു 1 ഇയറിനകത്ത് ഇറങ്ങിയ ബുക്കാണ്. അപ്പോൾ ഈ ബുക്കാണ് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാമെന്നായിരിക്കും. അത്യാവശ്യം വൈറലായ ഒരു ബുക്കാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്കാണ്. ഇത് ഞാൻ ഏറ്റവും റീസെൻ്റായിട്ട് വായിച്ചത്. കാരണം എനിക്ക് അന്നേരം ആ ഒരു ട്രെൻഡുള്ള സമയത്ത് എനിക്കിത് വാങ്ങിക്കാൻ പറ്റുന്ന എൻ്റെ മൈൻഡ് സെറ്റ് ഒന്നും അതിന് പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സിബിഷന് പോയപ്പം അത്യാവശ്യം ഡിസ്കൗണ്ട് പ്രൈസിൽ എനിക്ക് ഈ ബുക്ക് കിട്ടിയപ്പോൾ ഞാനിത് വാങ്ങിച്ചു. ആൻഡ് ഐ റെഡ്. ഇത് വായിച്ചു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ഞാനിപ്പം വായന എനിക്ക് കുറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും എനിക്ക് ആ ബുക്ക് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. അതായത് ചില ആൾക്കാരില്ലേ, ഇന്നൊരു പേജ് വായിച്ച് അടുത്ത ദിവസം അടുത്ത പേജ് വായിച്ച്, എനിക്കതിനുള്ള ക്ഷമയില്ല ബേസിക്കലി. അതുകൊണ്ട് ഞാനൊരു എന്ത് ടൈപ്പ് ബുക്കാണേലും ഞാൻ ഒറ്റ സ്ട്രെച്ചിനിരുന്ന് വായിക്കും. ഞാൻ വായിക്കാനെടുക്കുമ്പം അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പം ബുക്സ് വായിക്കാത്തത് എന്നൊക്കെ പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരൊറ്റ സ്ട്രെച്ചിനിരുന്ന് വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒഴിവ് കഴിവാണെന്ന് എനിക്കറിയാം. നമുക്ക് വേണമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ടൈം ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പണ്ടൊരു സമയം ഞാൻ അങ്ങനെ ടൈം ഉണ്ടാക്കിയെടുത്ത് വായിക്കുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ബുക്സ് വായിച്ചിട്ടുള്ളത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ ഡിഗ്രി PG സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുക്സ് വായിച്ചിട്ടുള്ളത്. കാരണം ഞാൻ പഠിച്ചത് കാത്തോലിക്കറ്റ് കോളേജിലാണ്. കുറേ പേർക്ക് അറിയാമായിരിക്കും. അവിടുത്തെ ലൈബ്രറി എന്ന് പറയുന്നത്, മൈ ഗോഡ്, ഇറ്റ്സ് എ വെരി ഹ്യൂജ് ലൈബ്രറി. അവിടുത്തെ എനിക്ക് ശരിക്കും ഇന്നും എനിക്ക് കോളേജിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളിലൊരു കാര്യം അവിടുത്തെ ലൈബ്രറിയാണ്. അവിടുത്തെ ലൈബ്രറി സ്പേസ് എന്ന് പറയുന്നത്, അത് ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള നല്ല രസമാണ് അവിടെ പോയി നിന്ന് ബുക്സ് വായിക്കാനും. അല്ലെങ്കിൽ ഞാൻ അവിടെ പഠിപ്പിക്കാൻ കയറിയ സമയത്താണെങ്കിൽ പോലും ഞാൻ അവിടെ ലൈബ്രറിയിൽ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, എനിവേയ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ റീസെൻറ്റ്
അഡീഷൻ ടു മൈ കളക്ഷൻ. ഇതിൻ്റെ കൂടെ 1-2 ബുക്സ് ഉണ്ട്, പക്ഷെ ഞാൻ എല്ലാം കാണിക്കുന്നില്ല. അതൊരു നല്ല ബുക്കായിരുന്നു എന്തായാലും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഓതറിൻ്റെ ബുക്കാണ്, അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ഓതറിൻ്റെ ബുക്സാണ്. ബുക്കെന്നല്ല, ബുക്സാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഓതർ. മാധവിക്കുട്ടി, കമലാദാസ്, കമലാ സുരയ്യ, ആമി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എന്ന പല പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മാധവിക്കുട്ടി. ഓക്കെ, ഇത് പല സമയത്തായിട്ട് ഇതൊക്കെ ഓരോ HNCന്ന് വാങ്ങിച്ചതാണ്. എനിക്കൊന്ന് ഈ ഡയറി കുറിപ്പുകൾ ഞാൻ HNCന്ന് വാങ്ങിച്ചതാണ്, HNCയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ബാല്യകാല സ്മരണകൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവിടെ YMCAയുടെ ഹോളിൽ ഒരു എക്സിബിഷൻ ഉണ്ടപ്പോൾ ഞാനും അമ്മൂമ്മയും കൂടെ പത്തനംതിട്ട പോയ സമയത്ത് അമ്മൂമ്മ എനിക്ക് വാങ്ങി തന്ന ബുക്കായത്. ഈ ബുക്കും ഞാൻ ഈ പറഞ്ഞ മാതിരി അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഇരുന്ന് ഇത് വായിച്ച് തീർത്തിട്ടാണ് ഞാൻ പിന്നെ എന്തൊരു ആക്ടിവിറ്റിക്കും പോയുള്ളൂ. അതുപോലെ എനിക്കിഷ്ടമുള്ള ഒരു റൈറ്ററാണ് മാധവിക്കുട്ടി. അപ്പം പിന്നെ ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട കഥകൾ. ഇത് ഞാൻ എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഇതും ആസ് യൂഷ്വൽ ഞാൻ അങ്ങനെ ഇരുന്ന് വായിച്ച ബുക്കാണ്. ഇത് കൂടാതെ എൻ്റെ കഥ, നീർമാതളം പൂത്തകാലം, ഇതൊക്കെ ഞാൻ കോളേജിൽ നിന്ന് എടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി നമുക്ക് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ത്രൂ ഈ ബുക്ക് കിട്ടി. അതായത് മാധവിക്കുട്ടിയുടെ കൃതികൾ സമ്പൂർണ്ണം എന്ന് പറഞ്ഞിട്ട് മാധവിക്കുട്ടിയുടെ മലയാളം റൈറ്റിങ്സ് മൊത്തം ഉള്ളൊരു വലിയ ബുക്ക്. അത് കിട്ടിയപ്പോഴത്തേക്കും എന്താണ്, എനിക്ക് ലോട്ടറി അടിച്ച പോലെ. കാരണം ഈ പറഞ്ഞ ഈ 3 ബുക്സിലുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൂടാതെ എൻ്റെ കയ്യിലില്ലാത്ത ബുക്സിൻ്റെ എല്ലാം കൂടെ ഒരു കോംപ്രിഹെൻസീവ് ഒരു കളക്റ്റീവായിട്ടുള്ളൊരു ബുക്കായത്. അപ്പോൾ ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം വായിച്ചതാണിത്. കംപ്ലീറ്റ് വായിച്ചിട്ടില്ല, ലൈക്ക് ഇത് മൊത്തമായിട്ടിരുന്ന് വായിച്ചിട്ടില്ല. ഇതിനകത്ത് ഓരോ പാർട്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്, അല്ലാതെ ഈ ബുക്ക് മൊത്തം ഒറ്റ സ്ട്രെച്ചിലിരുന്ന് വായിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഫേവറേറ്റ്സ് ഇൻ ദ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നറിയത്തില്ല, എനിക്ക് മാധവിക്കുട്ടിയുടെ ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. വളരെ എൻ്റെ ലൈഫുമായിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു ബുക്കാണ്. ഇതൊരു രാമായണമാണ്. ഇതിൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും പറയരുത്. ഈ രാമായണം ഞാൻ വായിച്ചൊക്കെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും അധ്യാപകരായിരുന്നു. എൻ്റെ അപ്പൂപ്പനാണ് എന്നെ എഴുത്തിനിരുത്തിയതും. ഓക്കെ, ഞാൻ അവരുടെയൊക്കെ കാര്യം പറയുമ്പോൾ ചുമ്മാ ഇമോഷണൽ ആവും. എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് എനിക്ക് കുഞ്ഞിലെ കഥ ഒക്കെ പറഞ്ഞു തരുന്ന സമയത്ത് രാമായണമൊക്കെ അതായിരുന്നു കൂടുതൽ പറഞ്ഞു തരുന്നത്. അപ്പം ആ സമയത്തുള്ള എൻ്റെ ബുക്കാണിത്. എനിക്ക് ഈ പടങ്ങളൊക്കെ കാണിച്ചാണ് എനിക്ക് രാമായണം കഥ മൊത്തം അറിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മമ്മിയും പപ്പയും ചാച്ചന്മാരും അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പം എന്നെക്കൊണ്ട് ഈ രാമായണത്തിൻ്റെ കഥയൊക്കെ കുഞ്ഞിലെയൊക്കെ എങ്ങനെ പറഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല, അങ്ങനെ പറയിപ്പിക്കുകയാണ്. ഇത് ഈ കീറിയൊക്കെ ഇരിക്കുന്നത് കുഞ്ഞിലെ ഞാൻ തന്നെ കീറിയതാണ്. എൻ്റെ കുഞ്ഞിലത്തെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ, ഞാൻ എഴുതിയതാണ് അന്ന് കൊച്ചിൽ. പിന്നെ ഇപ്പോഴും ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തിരുന്ന് വായിക്കും ഈ ബുക്ക്. അത് ഈ ഫുൾ കീറി പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടോ, പേപ്പേഴ്സൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുക. കാരണം അത്രയും പഴക്കമുണ്ട്. എൻ്റെ തീരെ ചെറുതിലെ ഒരു 2-3 വയസ്സൊക്കെ ഉള്ള സമയത്തെ കാര്യമാണ്. ഞാൻ 2-3 എന്ന് പറയുമ്പോൾ ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണെന്ന് വിചാരിക്കേണ്ട. 3 വയസ്സുള്ളപ്പോൾ എന്നെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. 3 വയസ്സ് തികഞ്ഞ് 1-2 മാസം കഴിഞ്ഞപ്പം സ്കൂളിൽ ചേർത്തു, LKGയിൽ. അപ്പം ഇച്ചിരി നേരത്തെ എന്നെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഞാൻ ഇച്ചിരി ചെറുപ്പത്തിൽ തന്നെ ഞാൻ എഴുതാനൊക്കെ അപ്പൂപ്പനായിരുന്നു എൻ്റെ ഗുരു. അങ്ങനെ എന്നെ ആശാ പള്ളിക്കൂടത്തിലൊക്കെ വിട്ടിട്ടുണ്ടെങ്കിലും എന്നെ ആശാട്ടി അമ്മൂമ്മയുടെ അടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പോലും കൂടുതലും എന്നെ അക്ഷരമൊക്കെ പഠിപ്പിച്ച എൻ്റെ അച്ചാച്ചനാണ്. അപ്പൂപ്പൻ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് സ്റ്റൈലിഷായിട്ട് പറഞ്ഞാൽ ഞാൻ അച്ചാച്ചനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് ഭയങ്കര എനിക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ബുക്കാണ്. ഇത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ തലമുറ കൈമാറുന്ന പോലെ എൻ്റെ അനിയത്തി മീൻസ് എൻ്റെ കസിനും കൂടെ കൊടുത്തായിരുന്നു. പിന്നെ ഞാനിത് തിരിച്ച് വാങ്ങിച്ചു.
ഓക്കെ, എനിവേസ് ദാറ്റ് വാസ് വൺ ഓഫ് മൈ ഇമോഷണൽ book which has an emotional connection. ഇതാണ് ഒരു ബുക്ക്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് വേറെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെയുള്ള വേറൊരു ബുക്കാണ് ഇത്, അക്ബർ ബീർബൽ, എ ബുക്ക് ഓഫ് അക്ബർ ആൻഡ് ബീർബൽ. അതായത് ഇത് ഫുള്ളും അക്ബർ ബീർബൽ സ്റ്റോറീസാണ്. ഇതെനിക്ക് എൻ്റെ 3rd സ്റ്റാൻഡേർഡിലെ ബർത്ത്ഡേക്ക് എൻ്റെ സ്കൂളിലെ ടീച്ചറിൻ്റെ മോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഗൗരി എന്ന് പറഞ്ഞ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് ബർത്ത്ഡേ പ്രസൻ്റായിട്ട്. ഇവിടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, പ്രസൻറ്റ് ടു പാർവതി ഫ്രം വിഷ്ണു ആൻഡ് ഗൗരി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എക്സ്പോഷറൊക്കെ ക്യാമറയ്ക്ക് ഇച്ചിരി കൂടുതലായതുകൊണ്ട് എനിക്കിതൊന്നും കാണത്തില്ല. ഞാനിപ്പോൾ രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാം ഇത്തിരി മൊത്തത്തിലങ്ങ് ഞാൻ സ്ക്രീനിൽ വന്ന ഉടനെ ലൈറ്റ് കൊണ്ടൊന്നും കാണരുതെന്ന് വിചാരിച്ചിട്ടേക്കുക. ഓക്കെ, ഇത് ഗൗരി ചേച്ചി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു തിരുവനന്തപുരത്ത് പോയതിൻ്റെ കുറേ ഷോർട്സ് കണ്ടില്ലായിരുന്നു. അത് ഗൗരി ചേച്ചിയുടെ വീട്ടിലോട്ടായിരുന്നു അന്ന് പോയത്. അപ്പം ഇതാണ് എൻ്റെ അടുത്ത ബുക്ക്. ഇതും എൻ്റെ കുഞ്ഞിലത്തെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയാണ്. പിന്നെ ഇങ്ങനത്തെ വലിയ ഓതേഴ്സിൻ്റെ ബുക്സ് അല്ലാതെ ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരുന്ന ബാലഭൂമിയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ കുഞ്ഞിലെ വായിച്ചുകൊണ്ടിരുന്ന ബാലഭൂമിയുടെ നല്ലൊരു കളക്ഷൻസ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വീടിൻ്റെ മുകളിൽ വെച്ചേക്കുക. അതൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ മമ്മിയൊക്കെ ആക്രിക്കാർക്ക് എടുത്തു കൊടുത്തു തോന്നുന്നു. എനിക്കതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ, എൻ്റെ ബുക്സൊക്കെ ആർക്കെങ്കിലും കൊടുക്കുന്നത്. മമ്മി പറഞ്ഞു ഇതൊക്കെ എന്തോന്ന് സൂക്ഷിച്ച് വെച്ചേക്കുക. എൻ്റെ ഒരുമാതിരി എൻ്റെ പഴയ ബുക്സൊക്കെ ഞാനിങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ബുക്സിനോട് എനിക്ക് ഭയങ്കര ഒബ്സഷനാണ്. ഇപ്പം ഞാൻ കാണിച്ച ബുക്സ് ഉണ്ടല്ലോ, ഞാൻ വായിക്കുന്ന ബുക്കൊന്നും ഞാൻ ആർക്കും കൊടുക്കത്തില്ല. എനിക്കിഷ്ടമല്ല കൊടുക്കുന്നത്. അത് ചിലപ്പോൾ സെൽഫിഷായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഞാനിത് കൊടുക്കാത്തതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്. കാരണം എൻ്റെ ചെറുതിലെ എൻ്റെ ഒരു ബുക്ക് എൻ്റെ ഒരു സ്കൂളിലെ ഒരു കുട്ടിക്ക് കൊടുത്തിട്ട് ആ കൊച്ചതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു തന്നപ്പോഴത്തേക്കും എൻ്റെ ബുക്കിനകത്ത് നിന്ന് അത് കുറേ പേജസൊക്കെ കട്ട് ചെയ്ത് അതിനെന്തോ അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അതിനകത്തുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് എനിക്ക് ആ ബുക്ക് തിരിച്ചു തന്നെ. അതിനുശേഷം ഞാൻ ഡിസൈഡ് ചെയ്തു എൻ്റെ ബുക്സ് ഞാൻ ആർക്കും കൊടുക്കില്ല. കാരണം എനിക്ക് ഭയങ്കര ട്രഷറാണ് എൻ്റെ കുറേ അത്രയ്ക്ക് വാല്യുബിളായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ബുക്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ വായിക്കുന്ന ബുക്ക് മാത്രമല്ല, എനിക്ക് ഈ നോട്ട് ബുക്സ് ഉണ്ടല്ലോ, നമ്മൾ യൂഷ്വലി ചില നോട്ട് ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നോട്ട് ബുക്സ് ഇപ്പം ചില ആൾക്കാർക്ക് കുറേ ഷോപ്പിങ്ങിൽ ക്രേസ് ഉള്ള ആൾക്കാർ കാണുമല്ലോ. ഇപ്പോൾ ജ്വല്ലറി ഷോപ്പ് ചെയ്യാൻ, ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ കോസ്മെറ്റിക്സ് ഷോപ്പ് ചെയ്യാനൊക്കെ. പക്ഷേ എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഷോപ്പിങ്ങിന് ഒരു ക്രേസും ഇല്ല. എൻ്റെ ഏറ്റവും വലിയ ക്രേസ് ബുക്ക് സ്റ്റോളിൽ പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഷോപ്പിങ്ങിന് ക്രേസ് ഉള്ളത്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി ഡിസൈഡ് ചെയ്തു എൻ്റെ ബുക്സ് ഒന്നും ഞാൻ ഷെയർ ചെയ്യത്തില്ല എന്ന്. ഓക്കെ, അപ്പോൾ അത്രയാണ് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി കാണിക്കുന്ന ബുക്സ്. പിന്നെ ഞാൻ കാണിക്കുന്നത് എനിക്ക് പ്രൈസ് കിട്ടിയ ബുക്കാണ്. എനിക്ക് മാതൃഭൂമിയുടെ ഞാൻ +1 പഠിക്കുമ്പം എനിക്ക് മാതൃഭൂമിയുടെ ഒരു കോൺടെസ്റ്റിൽ, ഞാൻ 10th പഠിക്കുമ്പോൾ ഒരു കോൺടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സംഭവം ഞാൻ മാതൃഭൂമിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു മത്സരം വെച്ചിരുന്നതിന് നമ്മളെന്തോ പോസ്റ്റ് ചെയ്യണമായിരുന്നു. പോസ്റ്റലായിട്ട് എന്തോ അതിൻ്റെ ആൻസേഴ്സ് എഴുതി അയച്ചു കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് അയച്ചു കൊടുത്തത്. പക്ഷേ ലക്കിലി എനിക്ക് മാത്രമേ അത് കിട്ടിയുള്ളൂ അതിൻ്റെ ഇതായിട്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൻ്റെ അഡ്രസ്സിൽ നമ്മൾ അയച്ചു കൊടുത്തത്. എനിക്ക് 3 മാതൃഭൂമി ബുക്സിൻ്റെ, ഇതിനകത്ത് അവരുടെ എംബ്ലം ഉണ്ട് ഇവിടെ, മാതൃഭൂമി ബുക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം മാതൃഭൂമി ബുക്സിൻ്റെ 3 ബുക്സ് അവരെനിക്ക് അന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് ഈ ബുക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, കാണാമോ? ഇങ്ങനെ 3 ബുക്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എൻ്റെ മാതൃഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ബുക്സ്. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് മലയാളത്തിന് 2nd ലാംഗ്വേജിന് ഉണ്ടായിരുന്ന ബുക്കുകളാണ്. ഇത് 9th പഠിച്ചപ്പോഴത്തെ ബുക്കാണ്. വഴികൾ, വ്യക്തികൾ, ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരൻ്റെ ഒരു യാത്രാ വിവരണമാണ് ഇതിനകത്തുണ്ടായിരുന്നത്. ഇതിനകത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു ഇഡലി വട, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. എനിക്കൊരു പ്രശ്നമല്ല, അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ചില വീഡിയോസൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, വീഡിയോസല്ല, ചില ബുക്സ് വായിക്കുമ്പം എനിക്ക് ഈ ഫുഡിനെ പറ്റി ഇങ്ങനെ വിവരിച്ചേക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ
ചില ഭക്ഷണത്തെ പറ്റിയൊക്കെ എഴുതുന്നത് അവരെഴുതിയേക്കുന്നത് എനിക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനത്തെ കുറേ ബുക്സൊക്കെ അങ്ങനെ എനിക്കിഷ്ടം. അതായത് ഇപ്പം മാധവിക്കുട്ടിയുടെ കാല് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇച്ചിരി സ്ട്രെയിൻ എടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, മാധവിക്കുട്ടിയുടെ ബാല്യകാല സ്മരണകളിൽ ഒരു കഥയുണ്ട്. ആ കഥയ്ക്കകത്ത് ഒരു ഗോതമ്പ് കാപ്പി കുടിക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. അതേപോലെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഇഡ്ഡലി വടയുടെ കാര്യം പറയുന്നുണ്ട്. ഇഡ്ഡലി വട ഒരാൾ വിൽക്കുന്നതിനെ പറ്റി. അതുപോലെ ഇത് 10th മലയാളം സെക്കൻഡിൻ്റെ ബുക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചും പറഞ്ഞേക്കുന്നത് ഒരു ഫാമിലി കപ്പലിൽ പോകുമ്പം കപ്പലിൽ അപകടത്തിൽപ്പെട്ടിട്ട് അതിനകത്ത് ആ ഒരു ഫാമിലിയിൽ മോൻ അപ്പു എന്നായിരുന്നു കൊച്ചിൻ്റെ പേര്. അപ്പുവിനെ ഒരു ദ്വീപ് അകപ്പെട്ടിട്ട് അവിടുത്തെ ആൾക്കാർ അപ്പുവിനെ വളർത്തി പിന്നെ കുറേ കാലം കഴിഞ്ഞ് അപ്പു തിരിച്ച് നാട്ടിൽ പോകുന്നതാണ് ഈ ഒരു മൃതസഞ്ജീവനി എന്ന് പറയുന്ന ബുക്കിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ. അപ്പം ഈ ബുക്ക് ഞാൻ 10th പഠിക്കുമ്പോഴത്തേക്കാണ് ഈ ബുക്കിനകത്ത് വായിക്കുമ്പം നമുക്ക് കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. അതൊക്കെ ശരിക്കും റിയാലിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ച ടെക്സ്റ്റാണ്. എനിവേസ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇത് വായിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് ബുക്സിലോട്ട് പോകാം. അടുത്ത സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കുറച്ച് ഇംഗ്ലീഷ് ബുക്സാണ്. ചേതൻ ഭഗത്തിൻ്റെയും അതേപോലെ തന്നെ രവീന്ദർ സിംഗിൻ്റെയൊക്കെ ബുക്സാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ വായിക്കുന്നതായിരിക്കും. ഇതും ഈ പറഞ്ഞ മാതിരി ഞാൻ ഈ ബുക്സൊക്കെ വാങ്ങിച്ചത് ഈ ബുക്ക് മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്കാണ്. പക്ഷെ എനിക്കത് ഇതുവരെ റിട്ടേൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവളിപ്പം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവളെനിക്ക് വായിക്കാൻ തന്നെ, പക്ഷെ എനിക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവളിത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം ഈ ചേതൻ ഭഗത്തിൻ്റെ ബുക്സിൽ ഇത് മാത്രമല്ല വേറെ 1-2 കൂടി ഉണ്ട്. ഇതിൽ മെജോറിറ്റിയും ഞാൻ വാങ്ങിച്ചത് കോട്ടയത്ത് സെക്കൻഡ് ഹാൻഡ് ബുക്സ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. കോട്ടയത്ത് പ്രോപ്പർ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അവിടുന്ന് കുറച്ച് ബുക്സ്, അതായത് നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഭയങ്കര റീസണബിളായിട്ട് നമുക്ക് ബുക്സ് കിട്ടും. അപ്പം അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അതേപോലെ ഈ ബുക്ക് ആൽക്കെമിസ്റ്റ്, പക്ഷേ ഞാനിത് ഇതുവരെ വായിച്ചിട്ടില്ല. ഞാൻ ഇത് വായിക്കാനെടുക്കും, എനിക്കിത് ഒരു പേജ് പോലും ഞാൻ വായിച്ചിട്ടില്ല ഈ ബുക്കിൻ്റെ. പലരും ഇത് ലൈഫിലൊരു മോട്ടിവേഷനായിട്ട് നിൽക്കുന്ന ഒരു ബുക്കാണെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഫേമസ് കോട്ടുണ്ടല്ലോ, നമുക്കൊരു കാര്യം നേടണമെന്ന് തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് ഉൾപ്പെടെ നമുക്കതിന് സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിലുള്ളൊരു ഇതുണ്ടല്ലോ. പക്ഷേ എനിക്ക് ഈ ബുക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ബുക്ക്, അതുപോലെ തന്നെ വേറൊരു ബുക്കുണ്ട് ഇതേമാതിരി. ഞാൻ ഫസ്റ്റ് പേജ് വായിച്ചിങ്ങനെ ഇരിപ്പുണ്ട്. എല്ലാ ദിവസവും എടുക്കും, എല്ലാ തവണയും വായിക്കാൻ എടുക്കുമ്പോഴും ഫസ്റ്റ് പേജ് എടുക്കും, ഓക്കെ വെച്ചിട്ട് പോകും. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും ബുക്ക് വായിച്ച് ഞാൻ ഇതുവരെ മോട്ടിവേറ്റ് ആയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ഇനി എനിക്ക് വായിക്കണം എന്നുള്ള ഒരു ബുക്ക് ഇതാണ്. ഇത് ഞാൻ തിരുവല്ലയിൽ DC ബുക്സിൻ്റെ ആ സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബുക്ക്. ആക്ട്രസ് ലെനയുടെ ദി ഓട്ടോ ബയോഗ്രഫി ഓഫ് ഗോഡ് എന്നുള്ള. ഇത് വായിച്ചിട്ടില്ല, ഇത് വായിക്കണം. ഒരു ബുക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ബുക്കായിരിക്കും. കാളി, അശ്വതി ശ്രീകാന്ത്. ഇത് നല്ല ബുക്കാണ്. ഇതും ഞാൻ പെട്ടെന്ന് വായിച്ചു. എനിക്ക് ഇംഗ്ലീഷ് വായിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ എപ്പോഴും ഇഷ്ടം മലയാളം വായിക്കാൻ തന്നെ. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് ഒബ്വിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ. ഇംഗ്ലീഷ് വായിക്കാൻ ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ കൂടുതൽ എനിക്ക് ഒരു സന്തോഷം എപ്പോഴും മലയാളം വായിക്കുമ്പോഴാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് കാണിക്കാനായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ബുക്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ചെയ്യുന്നത്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.